ജോൺ ബ്രിട്ടാസ് എന്ത് സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്ററിന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളില്, എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ, നിങ്ങൾക്ക് ഇവിടെ ഹിന്ദു അല്ലേ എന്ന് ജോൺ ബ്രിട്ടാസ് മനോഹരമായിട്ട് പറയുന്നുണ്ട്. സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് പിടിക്കുന്ന റോജി എം ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പിൽ നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതിയെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല സാധാരണ, അണിനിരന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ്. 3, 4, 5 ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട്, ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയൊക്കെ നന്മയുണ്ട്, എവിടെയൊക്കെ സ്നേഹമുണ്ട്, എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം ഇന്നും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചേതോഹരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഈ ചേതോഹരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ കണ്ട മറ്റു ചില കാഴ്ചകളും കൂടി പങ്കുവെച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനു മുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം. ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ്? അത് ചിരിയാണോ, കരച്ചിലാണോ, വിഷമമാണോ എന്ന് എനിക്കറിയില്ല. ഏതാനും കുറച്ച് വാക്കുകൾ ഞാൻ തിരക്കി തരാം. ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി. വാക്ക് നമ്പർ 1 കേക്ക്, നമ്പർ 2 സ്വർണ്ണ കിരീടം, 3 കുരുത്തോല വാഴക്കുല, 4 തൃശൂർ. ഒരു പേര് സുരേഷ് ഗോപി. ഈ വാക്കുകൾ മാത്രം മതി. ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ, ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമായ ഒരു കേരള സമൂഹം ഇവിടെയുണ്ട്. അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വിപ്ലവ മണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ്, ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ്. ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു പിതാവിനെ ഞാൻ കണ്ടു. മല പോലെ വന്നു നിൽക്കുന്ന ഒരു പിതാവ്. അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമയുടെ ഓർമ്മ വന്നു. ഞാൻ കണ്ടടോ എന്റെ പഴയ വിപ്ലവ വൈദികനെ. തീർച്ചയായിട്ടും പണ്ട് അങ്ങോളം ഇങ്ങോളം തെരുവുകളിൽ പേടി സ്വപ്നമായിരുന്ന, ഒന്നിനെയും പേടിക്കാതെ സത്യത്തിന് വേണ്ടി ശബ്ദിച്ചിരുന്ന, വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ. അദ്ദേഹം എഴുന്നേറ്റ് നന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ മണ്ണിൽ, ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ച വാക്കിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്തം. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്തം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്യനായ പിതാവ് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ എനിക്ക് കോരിത്തേക്ക് വന്നു. ഞാൻ കൈയടിച്ചു. ആ പഴയ വിപ്ലവ വൈദികനെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്നോർത്ത് ചാരിതാർത്ഥ്യം വന്നു. അദ്ദേഹം ഇറങ്ങി പോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ കാറിന്റെ അടുത്ത് നിൽക്കാൻ പറ്റി. ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഈ പറഞ്ഞ വാക്കുകൾ, പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ 300 രൂപ റബ്ബറിന്റെ പ്രശ്നമുണ്ടല്ലോ, അതിന്റെ ക്ഷീണം ഈ പ്രശ്നം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് 2 ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ. സ്നേഹമുള്ളവരെ, വെറും 2 ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ. കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട TV വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ മോചിപ്പിക്കപ്പെട്ടവർക്ക്, അതിന് ജാമ്യം കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആർക്ക്? നേരിട്ട് ഇടപെട്ട അമിത്ഷാക്ക് നന്ദി. ഇതിനുവേണ്ടി കൈകൾ കോർത്ത കേന്ദ്ര നേതൃത്വത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യർ ഈ വിഷയത്തിന് വേണ്ടി അണിനിരുന്നു. വേണ്ട, അവർക്കൊരു വാക്ക് നന്ദി പറയണ്ട. പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു. ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു. ഒരുപക്ഷെ കേരളം കണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം കൊഴുപ്പള്ളിയിൽ സമരം നടക്കുമ്പോൾ, ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അമ്മച്ചിമാരെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ ഉടുപ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു അമ്മച്ചിനോട് ചോദിച്ചു, എന്റെ അച്ഛ, ഇങ്ങനെ ഞാൻ ചോദിച്ചു, എന്റെ ഒന്നച്ഛ, നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കൊടയും വടിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ജാലയ്ക്ക് പോണ സമയത്ത് ഇനി നിങ്ങളുടെ അരമയിൽ അവര് കേൾക്കുകൊണ്ട് വരുമ്പോ ഞങ്ങൾ ആരായി? ഞങ്ങൾ ശശിയായില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോ എന്റെ നെഞ്ചിലൊരു കനലാണ്.
ശരിയല്ലേ? കൂടെ നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത്? സ്നേഹം നിറഞ്ഞവരെ, BJP നമുക്കറിയാം, സംഘപരിവാറിന് എനിക്കറിയാം, ബജ്രംഗദളെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരെന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അവർ ഫോളോ ചെയ്യുന്നത് മനുസ്മൃതിയാണ്, അല്ലെങ്കിൽ വിചാരധാരയാണ്. വിചാരധാരയിൽ ഒന്നാമത്തെ ശത്രു ആരാണ്? അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോ നമ്മളിവിടെ പറയും നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത് പറയുന്നത് രണ്ടാമത്തെ ഞങ്ങളുടെ വർഗ ശത്രു അത് ക്രിസ്ത്യൻസ് ആണ്. മൂന്നാമത്തേത് മിഷണറിമാരാണ്. നാലാമത്തേത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇത് കൃത്യമായി ബോധമുള്ളവരാണ് BJP, RSS, ബജറംഗദൾ പ്രവർത്തകര്. അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല. എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, പുറത്തു നിൽക്കുന്ന ശത്രുക്കളേക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് കൂടെ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ജീവാസമാരാണ്. പുറത്തു നിന്ന് നമ്മൾക്കിട്ട് പണി തരുന്ന ശത്രുക്കളേക്കാൾ നമ്മുടെ നെഞ്ച് പള്ളി പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചമാരുടെ തേങ്ങ വരുന്നത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റുകാരെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മൾക്ക് പ്രതിരോധിക്കേണ്ടത് രണ്ടുപേരെയാണ്, പുറത്തു നിന്നുള്ള ശത്രുക്കളെയും അകത്തു നിന്നുള്ള ഒറ്റുകാരെയും. ഇത്തരം ഗതികേടിലാണ് ഇന്ന് കേരള സഭ കൊണ്ടുപോയി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘിപ്പിക്കുന്നില്ല. ക്രിസ്തു ഉപമകളിലൂടെയാണ് കഥ പറഞ്ഞത്. രണ്ട് കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളാണ് ജാമ്യം കൊടുത്തത്, ഞങ്ങളാണ് ക്രൈസ്തവർ പറഞ്ഞത് കേട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത്. കുമ്മനടി, അനൂപടി, ക്രെഡിറ്റ് അടി, അല്ലെ? എന്തിനു വേണ്ടി ക്രെഡിറ്റ് അടി? നേരെ നിൽക്കുന്ന തോളത്ത് ചാർന്നിരിക്കുന്ന തോളിന്റെ ഇടയിൽ കൂടി കഴിയിട്ടിട്ട് ക്രെഡിറ്റ് അടി. ഇത് മൊത്തം ഇറക്കിക്കൊണ്ടുവന്നത് ഞങ്ങളാണെന്ന് പറയിപ്പിച്ചും ക്രെഡിറ്റ് അടി. സ്നേഹമുള്ളവർ, ഈ ക്രെഡിറ്റ് അടി നിൽക്കുന്ന സമയത്ത് രണ്ട് കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സാമി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി. ഇനി ഞാൻ കണക്ഷൻ ഒന്നും പറയില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ പൈലിംഗ് നടത്തി കെട്ടിടം പണിയണമെന്ന് പറയുന്നത് സാമി മോഹൻലാല്. ഈ പൈലിംഗ് നിർത്തണമെന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളനിക്കാർ ഇളക്കുന്നത് അതും മോഹൻലാല്. ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാല്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും മോഹൻലാല്. സ്നേഹമുള്ളവര്, കുറച്ചുകൂടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്കളങ്ക മാനസര്. എന്താണ് നമ്മൾ പറയേണ്ടത്? സ്നേഹമുള്ളവരെ, കൊണ്ട് കൊല്ലിക്കുന്നത് നീയെ ചാപ്പ, രക്ഷിക്കുന്നത് നീയെ, പുറത്തിറക്കുന്നത് നീയെ, കടിച്ചെടുക്കുന്നത് നീയെ. എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു ഐറണിയാണ് പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ ഒരു കഥ, അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല. അവാർഡ് സിനിമയാണ്. ഓക്കെ, ഈ അവാർഡ് സിനിമ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ വിധേയനിൽ മമ്മൂട്ടി ഒരു വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമാണ്. നീചനായ, സ്ത്രീലംബടനായ, ആളുകളെ അധീശത്വത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേൽ എന്ന് പറയുന്ന കഥാപാത്രം. അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിമയാണ് തൊമ്മി. ഒരു ദിവസം തൊമ്മി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേൽ തന്റെ ഭാര്യയെ പീഡിപ്പിച്ചിട്ടാണെന്ന് തൊമ്മിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അകത്ത് ഭാര്യ കിടന്ന് കരയുന്നുണ്ട്. ഭാസ്കര പട്ടേല് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ തൊമ്മി കാണുന്നുണ്ട് ഭാസ്കര പട്ടേലരെ. തൊമ്മി പറയുന്ന ഡയലോഗ് ഇതാണ്: പട്ടേലരുടെ സെഞ്ചിന് എന്തും മണാ, പട്ടേലരുടെ സെഞ്ചിന് എന്തും മണാ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്വമാണ് കാണുന്നത്. ഇരയോടൊപ്പം നടക്കുന്നു എന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസംഗിക്കുകയും പിറ്റേന്ന് വേട്ടക്കാരനോടൊപ്പം പത്രസമ്മേളനം നടത്തുകയും ചെയ്യുമ്പോ സ്നേഹമുള്ളവരെ, ഈ വിധേയത്വത്തിന്റെ അടിമത്തമാണ് നമ്മൾ കാണുന്നത്. ഈ സിസ്റ്റേഴ്സിനെ രക്ഷിച്ചത് BJP ഗവൺമെന്റ് നേരിട്ടാണെന്നും അമിത്ഷാ ഇടപെട്ടിട്ടാണെന്ന് പറയുമ്പോ പട്ടേലരുടെ അത്രന് എന്തിനുമാണ് എന്ന് പറയുന്ന ആരുടെയോ കഷ്ടത്തിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുത്തിട്ട് അവിടെ നൂരിപ്പോരാൻ പറ്റാത്ത സഭാ നേതൃത്വത്തിന്റെ അശ്ലീലമാണ് കാണുന്നത്. ഈ പ്രസംഗം പറഞ്ഞിട്ട് നാളെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല. എങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നുകയാണ്. സ്നേഹമുള്ളവരെ, വെളിവും ബോധമുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ താർക്കിച്ചു തുപ്പുകയും ഇതിനെയൊക്കെ കാണുമ്പോൾ എതിർക്കുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ പിന്മുറക്കാരായ ക്രൈസ്തവരുണ്ട്. എനിക്ക് അവരെയാണ് പ്രതീക്ഷ. ഏറ്റവും അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ആ സ്ത്രീകൾ 3 പേര് സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന സ്ത്രീകൾ അവരെ മുറിക്കകത്തിട്ട് കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചു. ഈ സ്ത്രീകൾക്കെതിരെ കള്ളസാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ 3 പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും
ഈ സിസ്റ്റേഴ്സിനെ ഒറ്റിക്കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ അവരെ ഞങ്ങളെ മതം മാറ്റം നോക്കിയെന്നോ ഈ ശിക്ഷ ഭയന്നിട്ട് പോലും അത് നിങ്ങൾ പറഞ്ഞില്ല. എന്റെ സ്നേഹമുള്ളവരെ, ആ 3 ഭാഷ അറിയാത്ത പെൺകുഞ്ഞുങ്ങള് നമ്മുടെ ഈ പിതാക്കന്മാരെക്കാളും ഈ സഭാ നേതൃത്വത്തെക്കാളും എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.